കേരളത്തിലെ പെൺകുട്ടികളുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇന്ന് കാണിക്കുന്ന ഈ തോന്നിവാസങ്ങളെ കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ആ പെൺകുട്ടികളോടല്ല, അവരുടെ മാതാപിതാക്കളോടും അമ്മമാരോടാണ്. നാണമില്ലേ സ്ത്രീകളെ, നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സ്വന്തം മക്കളെ കാഴ്ച വസ്തുവായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അതൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ? വസ്ത്ര സ്വാതന്ത്ര്യം അങ്ങനെ പറഞ്ഞതിനെ കൊച്ചാക്കി കാണാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്ക് എന്റെ കാലത്ത് ഒന്നും പറ്റില്ല. പിന്നെ ഇവളുമാരി പ്രായത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുശം പഠിക്കൂലേ? ഓഫ് കോഴ്സ് ഞാൻ അതിനെ കുറിച്ച് തിരിച്ച് പ്രതികരിക്കുന്നതായിരിക്കും. അല്ല, നിങ്ങൾ മുസ്ലിം അല്ലേ? എന്നിട്ട് നിങ്ങൾ തട്ടൊന്നും ഇടുന്നില്ലല്ലോ. ഇത് എന്റെ വസ്ത്ര സ്വാതന്ത്ര്യം. എനിക്കങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞാനാണ് ഇവിടെ നിയമങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആള്. ബിഗ് ബോസിൽ കയറാനല്ലേ ഈ ഷോ മൊത്തം? ബിഗ് ബോസോ? ബിഗ് ബോസ് എന്താ പരിപാടി? മറ്റേ ആ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോകുന്ന റിയാലിറ്റി ഷോ. അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ചൊന്നും ഞാൻ കേട്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞാൻ സ്വപ്നത്തിൽ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. അതൊന്നും പ്രാബല്യത്തിൽ വരുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഇന്റൻഷൻ ഉള്ളതായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്റെ മനസ്സിൽ മാത്രം ഞാൻ വെച്ചൊരു സീക്രട്ട് ആണത്. അത് നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇത് നാട്ടിലുള്ള പെൺകുട്ടികളെ കൊണ്ട് തുടി ഉറപ്പിക്കുക എന്നുള്ള എന്റെ ജീവിത ലക്ഷ്യം കൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുന്നതാണ്. നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും ഇപ്പൊ പുറത്തിറങ്ങി കൈയില്ല, കാലില്ല, കഴുത്തില്ല തുടങ്ങിയ വസ്ത്രങ്ങൾ ഇടുന്ന എല്ലാ പെൺകുട്ടികളെ കണ്ടാലും ഞാൻ ബെഡ്ഷീറ്റ് ഉറപ്പിക്കും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എന്റെ പോസ്റ്റിന് താഴെ വന്ന് വെറുതെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് എനിക്ക് പബ്ലിസിറ്റി തന്ന് എന്നെ ബിഗ് ബോസിൽ ഒന്ന് എത്തിച്ച് എന്നെ അവിടുത്തെ കപ്പ് വിന്നർ ഒന്നും ആക്കാൻ വേണ്ടി നിങ്ങൾ ആരും ശ്രമിക്കരുത്. എനിക്ക് അങ്ങനത്തെ യാതൊരു ഉദ്ദേശമില്ല. അവിടെ ദിവസം 10-25,000 രൂപയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അവിടെ പോയി ലാലേട്ടനെ കാണുക, അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുറച്ച് ഫേമസ് ആവുക, ബ്ലൂട്ടിക്ക് വാങ്ങുക, ഇങ്ങനത്തെ ഒരുവിധ ഉദ്ദേശങ്ങളും എനിക്കില്ല. എന്റെ മനസ്സ് വളരെ ശുദ്ധമാണ്. നാട്ടിലെ പെൺകുട്ടികളെ തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ മനസ്സിലെ ലക്ഷ്യം. സോ എന്റെ ഈ വളരെ ശുദ്ധവും വിശാലവും മനോഹരമായ മനസ്സിനെ നിങ്ങളെല്ലാം കാണണമെന്നും എന്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണമെന്നും മാക്സിമം പുഷ് ചെയ്യണമെന്ന് പറ്റുവാണെങ്കിൽ മോഹൻലാൽ അടക്കമുള്ള ഏഷ്യാൻ മെമ്പേഴ്സ് എല്ലാം കാണാൻ പാകത്തിന് പുഷ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു.